മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഹിസ് ഗ്രേസ് ദീനനാഥ് വിട്ടൽദാസ് പ്രഭു ആണ്. പ്രഭുവിനെ അതിനായി സാദരം ക്ഷണിച്ചുകൊള്ളും. വിഷ്ണുമാതാജി, ഗീതാ മഹാത്മ്യം അല്ല, ഹരിനാമ മഹാത്മ്യം ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓം അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഭ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ 2 സെഷനില് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം 4 ശ്ലോകങ്ങള് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം 4 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ അത് ശങ്കരാചാര്യർ എഴുതിയതാണെന്ന് പറഞ്ഞിരുന്നു. ക്ഷമിക്കണം, അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശങ്കരാചാര്യരുടെ അല്ല, അത് പൊതുവെ ശങ്കരാചാര്യ എഴുതിയതാണെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് പത്മപുരാണത്തിൽ കാണുന്ന ശ്ലോകങ്ങളാണ്. അപ്പം ഇന്ന് 5, 6, 7 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 5-ാമത്തെ ശ്ലോകം: ഭാരതാമൃത സർവസ്വം വിഷ്ണോർ വക്താദ്വിനിസൃതം ഗീതാഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഇത് ഭഗവത്ഗീതയുടെ മഹിമ വളരെ ഗാഠമായി വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ്. മഹാഭാരതം ഒരു വലിയ ശാസ്ത്രമാണ്. അത് മഹാ എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും അടങ്ങിയിരിക്കുന്നതാണ് മഹാഭാരം. വളരെ ഹെവി ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ് ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും. അപ്പം അതൊരു വലിയ സമുദ്രമാണ്. അതിൻ്റെ അതിലെ എല്ലാ ജ്ഞാനത്തിൻ്റെയും സാരം അഥവാ അതിൻ്റെ അമൃതം ആണ് ഭഗവത്ഗീത. മാത്രമല്ല, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ അഭിപ്രായമല്ല, അത് ഭഗവാൻ കൃഷ്ണന്റെ മുഖത്ത് നിന്നും നേരിട്ട് ഉത്ഭവിച്ചതാണ്. അതുകൊണ്ട് അത് പ്രഭുപാദ് പറയുന്നു, അത് ഭഗവാന്റെ നേരിട്ടുള്ള സന്ദേശമാണ്. അത് നമ്മൾ അതേപോലെ മനസ്സിലാക്കണം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കണം. ഗംഗാജലം നമുക്കറിയാം വളരെ പവിത്രമായിട്ടുള്ളതാണ്, എന്തും ശുദ്ധിയാക്കാൻ കെൽപ്പുള്ളതാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. പുനർജന്മന വിദ്യതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മരണ ചക്രത്തിൽ നിന്ന് മോചനം ഭഗവത്ഗീത നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഭഗവത്ഗീതയെ സത്യസന്ധമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മ മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രഭുപാദൻ പറയുന്നു, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മോക്ഷം എന്താണ്? കൃഷ്ണനോടുള്ള നമ്മുടെ ബന്ധം തിരിച്ചറിയുക, ആ ബന്ധം വീണ്ടെടുക്കുക. നമുക്ക് ആ ബന്ധം മറന്നുപോയ ആ ബന്ധം നമ്മൾ എന്താണ് അത് തിരിച്ചറിയുക. ഓക്കെ. അപ്പം അടുത്ത ശ്ലോകം: സർവോപനിഷദോ ഗാവൂദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധിർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. ഇതൊരു വളരെ ഉപമയാണ്. ഉപമ എന്ന് വെച്ചാൽ എന്താണ്? ഉപനിഷത്തുകൾ പശുക്കളെ പോലെയാണ്. പശുക്കളെ കറക്കാനായിട്ട് ഒരാൾ വേണം. അത് കറവക്കാരനാരാണ്? കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനാണ്. ആദ്യം എന്താ ചെയ്യുന്നത്? പശു കിടാവിനെ കൊണ്ട് ആദ്യം പാല് കുടിപ്പിക്കും. അപ്പൊ കിടാവ് വേണം. ആരാണ് കിടാവ്? കിടാവ് അർജുനനാണ്. അത് കഴിഞ്ഞ് പാല് കറന്നെടുക്കുന്നു. പാല് കറന്നെടുത്തിട്ട് അവസാനം കിടാവിനെ അല്പം കൂടി കുടിപ്പിച്ച ശേഷം കറവ തീരുന്നു. അപ്പം ഈ കറന്നെടുക്കുന്ന പാൽ എന്താണ്? അതാണ് ഗീതാമൃതം. അത് പാല് കുടിക്കുന്ന ആൾക്കാരാണ്. പശുക്കിടാവാണോ കുടിക്കുന്ന എല്ലാം തന്നെ? അല്ല, കറന്നെടുത്ത പാല് കുടിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ, അവരാണ് പാല് കുടിക്കുന്നത്. അപ്പം ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് വളരെ ഗഹനമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള തത്വശാസ്ത്രമാണ്. പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ അതേ ജ്ഞാനം വളരെ സരളമായിട്ട് പ്രായോഗികമായിട്ട് ഭഗവത്ഗീതയിൽ കൂടി അർജുനന്റെ വഴി നമുക്ക് തന്നു. അങ്ങനെ
പരമഗുരുവായിട്ടുള്ള കൃഷ്ണൻ ആദർശ ശിഷ്യനായിട്ടുള്ള അർജുനന് ആ ഉപനിഷത്തുകളുടെ സാരം ഭഗവത്ഗീതയുടെ രൂപത്തിൽ നൽകി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അർജുനെ പോലെ ശ്രദ്ധയോടെ ആ ഭഗവത്ഗീത പഠിക്കണം. അങ്ങനെ നമുക്ക് ആ ഉപനിഷത്തുകളുടെ എല്ലാം തന്നെ സാരാംശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അവസാനത്തെ ശ്ലോകം, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നാമാന്യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം, ഒരേ ഒരു ശാസ്ത്രം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം ശാസ്ത്രങ്ങൾ ധാരാളം ഉണ്ട്. 4 വേദങ്ങള്, 8 ഉപനിഷത്തുകള്, ഇങ്ങനെ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. അതെല്ലാം തന്നെ പഠിക്കാനായിട്ട് നമ്മുടെ ഈ ജീവിതം, മനുഷ്യ ജീവിതം 100 കൊല്ലം മതിയാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് സാരാംശമായിട്ടുള്ളത് എന്താണോ അത് നമ്മള് സ്വീകരിക്കുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അതുകൊണ്ട് സാരാംശമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദങ്ങളുടെ സാരാംശം എന്താണോ, ഉപനിഷത്തുക്കളുടെ സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏകം ശാസ്ത്രമാണ് ഭഗവത്ഗീത. കാരണം അതിലെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതില് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഒരേ ഒരു ദൈവം. എന്താണ് ആ ശ്ലോകം? ബ്രഹ്മസംഹിതയിലെ ആദ്യത്തെ ശ്ലോകം, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദത്തെ ഗോവിന്ദ സർവകാരണ കാരണം. പിന്നെ ഏകല ഈശ്വര കൃഷ്ണ ആരസഭക്തി, ഒരേ ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ സേവകന്മാരാണ്. ആരെ എങ്ങനെ നൃത്തം ചെയ്യിക്കുന്നു, കൃഷ്ണൻ എങ്ങനെ നൃത്തം ചെയ്യിക്കുന്നു, അവരതേപോലെ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ആ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണനാണ്. പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നു, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അതേപോലെ ഏകോ മന്ത്ര, മന്ത്രങ്ങൾ അനന്തകോടി മന്ത്രങ്ങളുള്ളതിൽ ഏകം മന്നാത്രായതി മന്ത്ര. എന്താണ് ആ മന്ത്രം? ഭഗവാൻ കൃഷ്ണന്റെ നാമങ്ങൾ ഉച്ചരിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം കലിയുഗത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്നു. അതിന്റെ ആ ജപമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനം എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭക്തി ചെയ്യുക. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി ഭഗവാന് വേണ്ടി സേവ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മള് ഭഗവത്ഗീത പഠിക്കുക, കൃഷ്ണനെ അംഗീകരിക്കുക. കാര്യം ഗീത പഠിക്കുന്നതോടുകൂടി ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ നാമത്തെ നമുക്ക് സ്മരിക്കാനായിട്ട് സാധിക്കും. ഭഗവാന് വേണ്ടി സേവ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം സമ്പൂർണമായി തീരും. ഈ 3 ശ്ലോകങ്ങൾ ചേർന്നിട്ട് ഭഗവത്ഗീതയുടെ മഹിമ നമുക്ക് പറഞ്ഞു തരുന്നു. ഉപനിഷത്തുകളുടെ സാരം എന്താണെന്ന് അത് ഭഗവത്ഗീതയാണെന്ന് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണ മാർഗം എന്താണെന്നും അവസാനത്തെ ശ്ലോകത്തില് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഇവിടെ 7 ശ്ലോകങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഭഗവത്ഗീത നിത്യപാരായണം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉള്ള മാറ്റങ്ങൾ നമ്മളെ ആത്മീയ പുരോഗതിയിലേക്ക് പടിപടിയായിട്ട് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഹരിനാമ മാഹാത്മ്യത്തെ കുറിച്ചുള്ളതാണ്. അടുത്ത അതും ഇന്ന് എനിക്കാണ്. അപ്പോ നമുക്കറിയാം ഹരിനാമത്തെ കുറിച്ച്. ഹരിനാമം എന്ന് വെച്ച് കഴിഞ്ഞാല് കലിയുഗ ധർമ്മമാകുന്നു. ആ കലിയുഗ ധർമ്മം ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കാനായിട്ട് ചൈതന്യ മഹാപ്രഭു സാക്ഷാത് കൃഷ്ണൻ
ഭക്തന്റെ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭുവായി വന്ന് ഹരിനാമ സങ്കീർത്തനം ഭാരതത്തിലുടനീളം പ്രചരിപ്പിച്ചു. അതിനുശേഷം ഏകദേശം ഒരു 60 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീല പ്രഭുപാദര് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സേനാധിപനായിട്ടുള്ള ആള് വന്ന് ലോകം മുഴുവനും ഈ ഹരിനാമം പ്രചരിപ്പിച്ചു എന്നെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓക്കെ, ചൈതന്യ മഹാപ്രഭു ഹരിനാമ സങ്കീർത്തനം ചെയ്യുക എന്നുള്ളതിനെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞത് എന്താണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ നിത്യപഠനം. ശ്രീമദ് ഭാഗവതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാര ലീലകൾ, ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകൾ. ഭഗവാന്റെ കഥകൾ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, ഭക്തന്മാരുടെ കഥകൾ പറയണം. ഭക്തന്മാരുടെ കഥകൾ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, അതിൽ ഭഗവാനെ കുറിച്ച് കുറച്ച് പറയേണ്ടി വരും. അപ്പോ അതാണ് ഭാഗവതത്തിൽ. ഭാഗവതത്തിന്റെ ഉടനീളം ആദിമധ്യാന്തം എല്ലാം തന്നെ ഭഗവാന്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തുടങ്ങി 14ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ നാമത്തിന്റെ മഹിമയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകം ഇത് പലവണ ഇവിടെ ചർച്ച ചെയ്ത് കാണും. നാമസങ്കീർത്തനം യസ്യ സർവപാപനാശനം. ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്ന എല്ലാ പാപങ്ങളും പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഇതെവിടെയാണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ്. ഓക്കെ, അപ്പം അവസാനം എന്താണെന്നറിയാം. തുടക്കത്തിൽ 14ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഇത് നാമത്തിന്റെ മഹിമ വന്നു കഴിഞ്ഞു. ഓക്കെ, ആപന്ന സംസൃതിം ഘോരാം എന്നാമ യോശോകൃണൻ തത് സദ്യ വിമുച്ചേത് യദ്വേദി സ്വയം ഭയം. അവിടെ പറഞ്ഞിരിക്കുന്നു, അതായത് ഈ ഭയാനകമായ സംസാര ചക്രത്തിൽ വീണുപോയ ഏതൊരു ആളാണെന്നുണ്ടെങ്കിലും അയാളെ നിസ്സഹായനായി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ സദ്യോ വിമുച്ചേത്. വിമുച്ചേത് എന്ന് വെച്ചാൽ മോചനം കിട്ടുന്നു. എപ്പോഴാണ്? നാളെയോ മറ്റന്നാളോ അല്ലെന്നുണ്ടെങ്കിൽ എത്രയോ കൊല്ലം കഴിയുമ്പോ? ഇല്ല. സദ്യ എന്ന് പറഞ്ഞാൽ ഉടനടി വിമുച്ചേത് യദ്വിവേദി സ്വയം ഭയം. എല്ലാ പേടികളിൽ നിന്നും മോചനം കിട്ടുന്നു. നമുക്ക് പലതിനെ കുറിച്ചും പേടിയുണ്ടായിരിക്കും. പക്ഷേ ഈ പേടി എന്ന് പറയുന്ന ആൾക്ക് പേടിയുണ്ടോ? ഭയത്തിന് എന്താണ് ഭയം? ഭയം ആരെയാണ് ഭയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഭഗവാന്റെ നാമം. നമ്മളെ പേടിപ്പിക്കുന്നത് ഭയം, ഭയം പേടിക്കുന്നത് ഭഗവാന്റെ നാമത്തെ. അതാണ് ആദ്യത്തെ. അതായത് ഈ ഭയാനകമായ സംസാരത്തിൽ വീണിരിക്കുമ്പോൾ പോലും ഒരാൾ അറിയാതെയാണെങ്കിൽ പോലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ അവൻ ഉടനെ മോചിതനാകുന്നു എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അത്രയ്ക്ക് ശക്തമാണ് ആ ഭഗവാന്റെ നാമം. ഭയം പോലും അതിനെ പേടിക്കുന്നു. ഇതിൽ നിന്ന് നാമത്തിന്റെ ഭയം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? വിവശഹ, അറിഞ്ഞോ അറിയാതെയോ, വിവശനായിട്ട് അറിഞ്ഞോ അറിയാതെയോ, സദ്യോ വിമുച്ചേത്, ഉടൻ തന്നെ മോചനം കിട്ടുന്നു. അതായത് ശുദ്ധ ഭക്തി പോലും വേണ്ട, വെറും നാമം മാത്രം മതി. അവിടെ ഭക്തി വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരാള് ഭഗവാനെ ആശ്രയിക്കുന്നു, എന്നിട്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നു, ഉടനെ തന്നെ മോചനായി. അതുകൊണ്ട് അയാൾ ഭക്തനാകണമെന്ന് പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ അയാൾക്ക് മോചനം ഗ്യാരണ്ടീഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നാമത്തിന്റെ ഉച്ചാരണത്തിൽ തന്നെ ശക്തിയുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമത്തിന് സ്വതന്ത്ര ശക്തിയുണ്ട്. അതിന് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. വേറെ ഒന്നും ഒരു പദ്ധതിയുടെയും ഒരു ഇതിന്റെയും ഒന്നും ആവശ്യമില്ല. നാമം സ്വതന്ത്രമായി തന്നെ നമ്മളെ ഉദ്ധരിക്കുന്നു എന്ന് സാരം. പിന്നെ 2ാം സ്കന്ധത്തിൽ വന്നിരിക്കുന്നു, ഏതാൻ നിർദ്യമാനാനാം ഇച്ഛതാം മകുതോഭയം യോഗിനാം നിർണീതം ഹരിർ നാമാനുകീർത്തനം. അതായത് ഇവിടെ ഈ ലോകത്തിൽ വിരക്തരായവർക്ക് ഭയമില്ലാത്ത സ്ഥിതി അത് ഉറപ്പാക്കുന്നത് എന്താണ്? ഹരിനാമ സങ്കീർത്തനം. അതായത് ഭയം
ഭയം പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വിരക്തരായവർക്ക്, യോഗികൾക്ക് എല്ലാവർക്കും തന്നെ അവർക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ഹരിനാമ സങ്കീർത്തനം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് അവിടെ പറഞ്ഞിരിക്കും നിർണീതം. നിർണീതം എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺക്ലൂഷൻ. പല മാർഗങ്ങൾ പരിശോധിച്ച ശേഷം, ശാസ്ത്രങ്ങളെല്ലാം തന്നെ പഠിച്ച ശേഷം അതിന്റെ അവസാനത്തെ തീരുമാനമായിരുന്നു എന്ത്? അത് ഹരിനാമം ജപിക്കുക. അതായത് ജ്ഞാനം, യോഗം, തപസ്, ഇതെല്ലാ മാർഗങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇല്ലില്ല, ഏറ്റവും ശ്രേഷ്ഠം നാമം തന്നെ. ഓക്കെ. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഓരോ ഈ ഭക്തന്മാരും വരുമ്പോഴത്തേക്കും ഒരു ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യും. അതേപോലെ ഭഗവാന്റെ നാമത്തിന്റെ മഹിമയും വാഴ്ത്തും. വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എല്ലാവരും വാമനദേവന്റെ കഥ കേട്ടിട്ടുണ്ട്. വാമനദേവൻ വന്ന് ബലിയിൽ നിന്ന് 3 അടി മണ്ണ് യാചിച്ച് രണ്ടടി കൊണ്ട് തന്നെ 14 ലോകങ്ങളും മഹാബലിയിൽ നിന്ന് തിരിച്ചെടുത്തു. അവസാനം മഹാബലി സറണ്ടർ ചെയ്തിട്ട് 3ാമത്തെ കാൽ വയ്ക്കാനായിട്ട് സ്വന്തം തല കാണിച്ചു കൊടുത്തു. അപ്പം ഇതില് അവസരത്തിൽ എല്ലാം കഴിഞ്ഞ് അതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ബലി എന്ത് ചെയ്യായിരുന്നു? യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം യാഗം മുടങ്ങി. വാമനദേവനോട് ചെന്നതോടുകൂടി യാഗം മുടങ്ങി. അപ്പം മഹാബലിയുടെ ഇത് എന്താണ്, ഗുരുവായിട്ടുള്ള ശുക്രാചാര്യന്റെ അടുത്ത് ഭഗവാൻ ചോദിക്കും, ഹേ ശുക്രാചാര്യരെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത ഈ യാഗം മുടങ്ങിപ്പോയത്? അതിൽ വന്നിരിക്കുന്ന തെറ്റുകളും കുറവുകളും എന്താണ്? അതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവസാനം ശുക്രാചാര്യര് ഭഗവാന്റെ അടുത്ത് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതാണ് മന്ത്രസ്തന്ത്രശ്ചിത്രം ദേശകാലാഹ്വസ്തുത സർവം കരോതി നിശ്ചിത്രം അനുസങ്കീർത്തനം തവ. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതായത് മന്ത്രസ്തന്ത്രശ്ചിത്രം, മന്ത്രം ചൊല്ലുന്നതിൽ തെറ്റ് വരാം, തന്ത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിലെ തെറ്റുകൾ വരാം. ദേശം, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ദേശത്തിന് തെറ്റായിരിക്കാം, സമയം തെറ്റായിരിക്കാം, ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അനുയോജ്യനായിട്ടുള്ള ആളായിരിക്കണമെന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശരിയായിരിക്കണമെന്നില്ല. ഇതിലൊക്കെ കുറവുകൾ വരാം, തെറ്റുകൾ വരാം. സർവം കരോതി നിശ്ചിദ്രം, ആ കുറവുകളെല്ലാം തന്നെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന എന്താണ്? അനുസങ്കീർത്തനം തവ. ഭഗവാനെ, അങ്ങയുടെ നാമസങ്കീർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ യജ്ഞത്തിൽ വന്നിരിക്കുന്ന എന്തൊക്കെ പിഴവുകളുണ്ടോ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് അവസാനിക്കും എന്ന് ശുക്രാചാര്യ പറഞ്ഞു. ഭഗവാൻ സന്തുഷ്ടനായി അത് കേട്ടിട്ട്. ഓക്കെ. അപ്പോ ഇങ്ങനെ നാമത്തിന്റെ മഹിമ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സംഭാഷണങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് നാമത്തിന്റെ മഹിമ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ. അപ്പം ഇന്ന് പറഞ്ഞതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് സമറൈസ് ചെയ്യാം. നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അത് നമ്മളെ രക്ഷിക്കുന്നു. അത് കാരണം നാമത്തിന് സ്വതന്ത്ര ശക്തിയുള്ളത് കൊണ്ടാണ്. പിന്നെ ജ്ഞാനം, യോഗം, തപസ്, ഇതിങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളുടെയും എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അന്തിമമായിട്ടുള്ള കൺക്ലൂഷൻ എന്താണ്? നാമമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. നാമം എന്ന് പറയുന്നത് നമുക്ക് ഭഗവത് പ്രാപ്തി തരുന്നു, പരമഫലം നൽകുന്നു എന്നാണ് ഹരിനാമത്തിന്റെ ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നാമം വെറും ഒരു പ്രോസസ് അല്ല, സാധനം മാത്രമല്ല, അത് അതിന്റെ ലക്ഷ്യം കൂടിയാണ്, സാധ്യം കൂടിയാണ്. അതായത് നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടും. ആ സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നാമം ഉച്ചരിച്ചിരിക്കും. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അതായത് ഇപ്പൊ നമുക്ക് നാമം ജപിക്കുക എന്നുള്ളത്
എന്നിട്ട് എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. നമ്മൾ നാമം ജപിച്ച് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നാമം ജപിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു ജീവന്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഭഗവാനെ സദാ സ്മരിക്കുക, ഭഗവാനെ സദാ കീർത്തിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക എന്നുള്ളതാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഈ 3 കാര്യങ്ങള് ഒറ്റയടിക്ക് സാധിക്കുന്നതാണ് ഹരിനാമ സങ്കീർത്തനത്തിലൂടെ. ഹരേ കൃഷ്ണ. ഞാൻ ഈ ഇത് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ചും ഗീതാ മഹാത്മ്യത്തെ കുറിച്ചും വളരെ നന്നായി പറഞ്ഞു തന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹർ ഗ്രേസ് ഭൂദേവി ദേവിദാസി മാതാജിയാണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. നമ്മുടെ പ്രിയപ്പെട്ട ഭൂദേവി മാതാജി സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായി കോഴിക്കോടിൽ ജോലി ചെയ്യവേ 2004 ജോലിയിൽ നിന്ന് വിരമിച്ചു. 2010 മുതൽ മാതാജി ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. 2024 സെപ്റ്റംബർ ഹിസ് ഹോളിനസ് രാധാനാഥ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. മാതാജി അനുഗ്രഹ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ഓൾ പീപ്പിൾ എന്ന സ്ഥാപനത്തിലും ഇസ്കോണിലും ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ഒപ്പം കുട്ടികൾക്കായി തമ്മനം ഭാഗത്തും മാതാജി ക്ലാസുകൾ എടുക്കുന്നു. ഈ പ്രായത്തിലും വളരെ ചുറുചുറുക്കോടെ നമുക്ക് ക്ലാസുകൾ നൽകുന്ന ഹർ ഗ്രേസ് ഭൂദേവി ദേവദാസി മാതാജിയെ ക്ലാസ് എടുക്കുന്നതിനായി സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് അവസാനത്തെ അധ്യായമാണ്. അതായത് ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായം 1 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 17-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീത അവസാനിച്ചിരിക്കുന്നു. പിന്നെ നേരത്തെ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരു അനുബന്ധമാണ് ഈ 18-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 18-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കാം. ഹരേ കൃഷ്ണ. 18-ാമത്തെ അധ്യായം, അതിന്റെ പേര് സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ്. അർജുനോവാച്. ശ്ലോകം 1. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യാചാരുഷീകേശ പൃഥക്കേശി നിഷൂദന. വിവർത്തനം. ഹിസ് ഗ്രേസ് ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട് എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളിലും ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭക്തിപൂർവമായ ഭഗവത് സേവനമാണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയോഗത്തിലൂടെ മാത്രമേ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ അല്ലാതെ ഊഹാപോഹങ്ങളിലോ തത്വശാസ്ത്ര ഗവേഷണത്തിലോ ധ്യാനത്തിലോ ഭഗവാനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ, ഭക്ത്യാ മാം അഭിജാനാതി, അതായത് ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ എന്നെ അറിയാൻ കഴിയൂ എന്ന്. അപ്പോ എന്താ പറയാ, അതേസമയം അത്യന്ത രഹസ്യമായ ജ്ഞാനമാർഗവും അതുതന്നെ എന്ന് ഈ അധ്യായത്തിൽ ചുരുക്കി പറയുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പിന്നീടുള്ള 6 അധ്യായങ്ങൾ വിശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയെക്കുറിച്ചും പറയുന്നു. അതിനുശേഷമുള്ള 6 അധ്യായങ്ങളിൽ ജ്ഞാനം, ത്യാഗം, ഭൗതിക ആധ്യാത്മിക പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവയെക്കുറിച്ചും വിവരിക്കുന്നു. വാസ്തവത്തിൽ വേദാന്ത സൂത്രത്തിന്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിൽ വേദത്തിന്റെ ലക്ഷ്യം ഭക്തിയുത സേവനമെന്ന് വിവരിച്ചിട്ടുണ്ട്.
ജീവിതത്തിന്റെ ഉദ്ദേശം ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേരലാണെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്നു. ത്യാഗം, സന്യാസം എന്നിവയെ കുറിച്ച് അറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ നിന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് രണ്ടാമത്തെ. അപ്പൊ ശ്രീ ഭഗവാനോ വാച്ച രണ്ടാമത്തെ ശ്ലോകം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ഛകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അതായത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മളോട്. രണ്ടാം അധ്യായത്തിൽ തന്നെ 47-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. എന്താണ്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത കർമ്മണി. എന്താണ് അത് പറയുന്നത്? അതായത് സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തിൽ യാതൊരു അധികാരവും ഇല്ല. കർമ്മഫലത്തിന്റെ ഹേതു താനാണെന്ന് കരുതുകയും വേണ്ട. അതേസമയം സ്വകർമ്മം അനുഷ്ഠിക്കാതെ ഒഴിയാനും ആഗ്രഹിക്കരുത്. അഭീഷ്ട സിദ്ധികളെ മുൻനിർത്തിക്കൊണ്ടുള്ള യജ്ഞങ്ങൾ ഉപേക്ഷിക്കണം. എന്നാൽ ഹൃദയശുദ്ധിക്കും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കുമുള്ളവയെ ഉപേക്ഷിക്കാനും പാടില്ല എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. ത്യാജം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണ യജ്ഞദാന തപാ കർമ്മ ജ്ഞാത്യാജാമിതി ചാപരേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അതായത് വൈദിക ഗ്രന്ഥങ്ങളിലെ പല കർമ്മങ്ങളെ കുറിച്ച് വിവിധ തരത്തില് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഇപ്പൊ യജ്ഞത്തില് ജന്തുബലി നിർദ്ദിഷ്ടമാണെങ്കിലും ഏതു വിധത്തിലും പ്രാണിഹിംസ പാടില്ല എന്നും പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? യജ്ഞത്തിലെ ജന്തുഹിംസ ചെയ്യുന്ന നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജന്തു കൊല്ലപ്പെട്ടതായി കരുതുന്നില്ല. കാരണം ജന്തുവിന് ഒരു പുതിയ ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ചില സമയത്ത് ആ ജന്തു ഒരു പുതിയ ഒരു മൃഗജീവിതമോ അല്ലെങ്കിൽ മനുഷ്യജീവിതമോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അങ്ങനെ ജന്തുബലി കൊടുക്കുന്നതുകൊണ്ട് ആ ജന്തുവിന്റെ ജീവിതത്തിന്. നമ്മള് ഈ കൽക്കട്ടയിൽ പോയപ്പോൾ ഒരിക്കല് കാളി ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഈ ജന്തുബലി ഉള്ളത്, ആടിനെയൊക്കെ അറുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചോരയൊക്കെ ഒഴുകി ഇങ്ങനെ കിടക്കുന്ന കണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കതൊക്കെ ഒരു കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ്, ജന്തുബലിയൊക്കെ കൊടുക്കണത്. അങ്ങനെ കണ്ടിട്ടുണ്ട് കൽക്കട്ടയിൽ പോയപ്പോഴെന്ന് പറയുന്നു. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകം. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരത സത്തമാ ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധാ സംപ്രകീർത്തിതഃ. എന്താണ്? ത്യാഗത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ഭഗവാന്റെ അഭിപ്രായമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഭഗവാൻ നിശ്ചിതങ്ങളായ വിവിധ നിയമങ്ങളാണ് വേദങ്ങൾ. വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ വായിൽ നിന്ന് ഉള്ളതാണ് വേദങ്ങൾ. ഭഗവാന്റെ വാക്കുകൾ നമ്മൾ അന്തിമമായി എടുക്കണം. ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എപ്രകാരമാണോ ത്യാഗപ്രക്രിയ നടക്കുന്നത് അപ്രകാരം തന്നെ വേണം അതിനെ വിലയിരുത്തേണ്ടതെന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അപ്പൊ നമ്മളും ആ രീതിയിൽ തന്നെ വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അഞ്ചാമത്തെ ശ്ലോകം. യജ്ഞദാന തപകർമ്മ ജ്ഞാത്യാജം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ ഭാവനാനി മനീഷിണാം. വിവർത്തനം ശ്രീല പ്രഭുപാദരുടെ. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണ് ഇവ മൂന്നും. അതായത്
യജ്ഞം, ദാനം, തപസ് ഇതൊന്നും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ചെയ്യേണ്ട പരിശുദ്ധ പ്രവൃത്തികളാണ് ഇത്. അതേസമയം വിവാഹം അതൊക്കെ ഇതിൽ പെടുന്നതാണ്. മാനുഷിക ക്ഷേമത്തെ മുൻനിർത്തി ചെയ്യുന്ന യജ്ഞം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. കാരണം മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ പുരോഗതിക്ക് സഹായകമാകത്തക്കവണ്ണം അതിനെ ശാന്തമാക്കാനുള്ള യജ്ഞം മാത്രമേ വിവാഹ സംസ്കാരം. വിധിവിഹിതങ്ങളായ യജ്ഞങ്ങളെല്ലാം ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. അവ ഉപേക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദാനം ശുദ്ധീകരണത്തിന് ഉള്ളതായിട്ടാണ് പറയുന്നത്. അർഹരായവർക്ക് നമുക്ക് ദാനം നൽകാം. ആധ്യാത്മിക ഉന്നതി അതുകൊണ്ട് ആധ്യാത്മിക ഉന്നതിക്ക് നമുക്കത് സഹായിക്കും. പക്ഷെ അർഹരായവർ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത് ഇപ്പോ ട്രെയിനിലൊക്കെ പോകുമ്പോഴായാലും ബസ്സിൽ പോകുമ്പോഴായാലും റോട്ടിൽ പോകുമ്പോഴായാലും ഭിക്ഷക്കാരെല്ലാം പലരും ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ദാനം ചോദിക്കും. നമ്മൾ അയ്യോ പാവമാണല്ലോ അതെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണത്? പിന്നെ അതെല്ലാം കൊണ്ടുപോയിട്ട് ചിലപ്പോൾ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമെങ്കിൽ അതിന്റെ പാപഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൈസ കൊടുക്കാതെ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാം, ഭക്ഷണത്തിന് ഇതില്ലെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രം വേണമെങ്കിൽ വസ്ത്രം കൊടുക്കാം. അങ്ങനെയുള്ള ദാനങ്ങളൊക്കെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് അർഹമായ സമയത്ത് അർഹമായ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മുടെ ആത്മീയ ഉന്നതിക്ക് ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ തെറ്റായ രീതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം വരുത്ത രീതിയിൽ ഉള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. 6ാമത്തെ ശ്ലോകം. ഏതാന്യാപിതു കർമാണി സംഘം ത്യക്താ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആസക്തിയോ ഫല ഉദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമമായ അഭിപ്രായം. ഭഗവാൻ പറഞ്ഞത് അതാണ്. അതായത് എല്ലാ യജ്ഞങ്ങളും പവിത്രമാക്കുന്നത് തന്നെയാണ്, അതില് സംശയമൊന്നുമില്ല. എന്നാൽ അവയിൽ നിന്നും നമ്മൾ ഫലം പ്രതീക്ഷിക്കരുത്. കാരണം ഫലം പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഉദാഹരണമായി ഭൗതികമായി ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ, അതായത് എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം കഴിയണം, അങ്ങനെ ഉള്ള ഞാൻ ഇന്നത് സാധിച്ചു തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ നിസ്വാർത്ഥ സേവനം വേണം ഭഗവാന് വേണ്ടി ചെയ്യാനുള്ളത്. അത് ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നതിനെ ഉപേക്ഷിക്കാനും പാടില്ല. അങ്ങനെയുള്ള യജ്ഞങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ കൃഷ്ണാവബോധത്തിൽ നയിക്കുന്ന ഏത് കർമ്മത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചുരുക്കം പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിന് ഒതുങ്ങുന്നത് എന്തും, ദാനമായാലും യജ്ഞമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. അപ്പോ നമ്മൾ അത് ചെയ്യുമ്പോൾ അതുപോലെ ഭഗവത് നാമങ്ങളും നമ്മൾ അതേസമയം ചാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഇത് ചാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ വിളിക്കേണ്ടത്? കരഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഒരു അമ്മയെ കാണാണ്ടാവുമ്പോൾ ആ കുട്ടി എങ്ങനെ കരയണം, അല്ലെങ്കിൽ പാല് കുടിക്കാൻ എങ്ങനെ കരയുന്നത്, അതേപോലെയുള്ള നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം, നമ്മുടെ സ്വന്തം പിതാവാണ് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും കാട്ടിലകപ്പെട്ടു പോയി കാണാതെ ആവുമ്പോൾ, അച്ഛനമ്മയെ കാണാണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമസ്ഥിതി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതേസമയം ഭഗവാന് നമ്മുടെ എല്ലാ മൂഡ്സും അറിയാം. കാരണം നമ്മൾ മനസ്സിൽ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മുടെ പ്രവൃത്തികൾ എന്താണ്, എല്ലാം കൃഷ്ണനറിയാം. കാരണം കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ അത് അക്നോളജ് ചെയ്യും. ഒരു ചെറിയ കാര്യം ചെയ്താലും ഭഗവാൻ അത് അക്നോളജ് ചെയ്യും. കാരണം കൃഷ്ണൻ നമ്മുടെ ഒരു CC ക്യാമറ മാതിരിയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയ ചിന്ത പോലും, വേറെ ആളെ കുറിച്ച് ചീത്തയുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് അറിയാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റില്ലെങ്കിലും ഭഗവാൻ അറിയാൻ പറ്റും. അതുകൊണ്ട്
നമ്മൾ ഭഗവാനെ പറ്റിക്കാൻ മാത്രം ഒരിക്കലും നോക്കരുത്. എപ്പോഴും നമ്മൾ ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുമുള്ള ആ മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചാൻറ്റ് ചെയ്യണം. ചാൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് ഭഗവാൻ അവിടെ വന്ന് ഇരിക്കുകയുള്ളൂ. പിന്നെ ഓരോ വിചാരങ്ങളും, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, നമ്മുടെ ഇന്റൻഷൻ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത്? അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണോ? ചിലപ്പോ അയാളുടെ കയ്യിലുള്ള സാധനം എനിക്ക് വേണം, അപ്പൊ എന്തെങ്കിലും ഒരു സാധനം അയാൾക്ക് കൊടുത്തിട്ട് ആ മറ്റേ സാധനം എനിക്ക് മേടിക്കണം എന്നുള്ള ആ ഒരു എന്താണ് ചീത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലും ഭഗവാന് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റിക്കാനായിട്ട് ആരും നോക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പെരുമാറ്റം? വളരെയധികം വിനയത്തോടു കൂടി വേണം, കമ്പാഷൻ വേണം. അതേസമയം നമ്മൾ ഈ ഭക്തന്മാരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ വേണം. അതേസമയം സർവീസ് ആറ്റിറ്റ്യൂഡ് വേണം. ഇതെല്ലാം നമുക്ക് വേണ്ട ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ജീവിതം എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ഈ ഭൗതിക ലോകത്തില് എന്തെങ്കിലും സുഖമുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. കാരണം നമുക്ക് തോന്നും ഇത് ശാശ്വതമായിട്ടുള്ള ലോകമല്ല, നമ്മുടെ സ്ഥലമല്ല ഇവിടെ, നമ്മളിവിടെ ജീവിക്കാൻ അർഹതപ്പെട്ടവരല്ല. പക്ഷെ നമ്മുടെ തോന്നിവാസം കൊണ്ടും തെമ്മാടിത്തരം കൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇതില് പറഞ്ഞയച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപൂർവമാണ്. അപ്പോൾ അത് കിട്ടിയത് നമ്മൾ പാഴാക്കി കളയാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എപ്പോഴും നമ്മൾ ഭഗവത് ചിന്തയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സ്പിരിച്വൽ വേൾഡിലായിരിക്കും. ഭൗതികമായിട്ടുള്ള പ്രഗൽഭങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 7-ാമത്തെ ശ്ലോകം 7. നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യത്തെ മോഹത്യസ്യാചരീത്യാഗസ്താമസാ പരികീർത്തിതഃ. വിവർത്തനം ശ്രീലപ്രഭുപാദരുടെ. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗണത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ഭൗതിക സംതൃപ്തിക്ക് ഉള്ളത് കർമ്മം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭഗവാന് നിവേദ്യം പാകം ചെയ്യുക, നിവേദിക്കുക, അതിന്റെ ഉച്ഛിഷ്ടം കഴിക്കുക മുതലായവ എല്ലാം നമുക്ക് ആത്മീയ പുരോഗതിക്ക് ഉതകുന്നതാണ്. അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ തോന്നിവാസം പോലെ ഒന്നും ചെയ്യരുത്, എങ്ങനെയായാലും കുഴപ്പമില്ല, ഭഗവാനല്ലേ, പിന്നെ ശരിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആരും അറിയണില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രീതിയോടുകൂടി വേണം ഭഗവാന് ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട്. സന്യാസിമാരെ കുറിച്ച് പറയും, സന്യാസിമാർക്ക് അവർക്ക് പാകം ചെയ്തുകൂടാ, കാരണം സ്വന്തമായിട്ട് കഴിക്കാനായിട്ട് അവർ പാകം ചെയ്തുകൂടാ എന്ന് പറയും. പക്ഷേ ഭഗവാന് വേണ്ടി അവര് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പൊ ഭഗവാന് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് ഭഗവാന് നിവേദിച്ചതിന് ശേഷം അവർക്ക് അത് കഴിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതിന് വിലക്കില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാവബോധത്തിൽ വളർത്തുന്നതിൽ സഹായിക്കാൻ അയാളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിലും യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രഭുപാദര് തന്നെ എത്രയോ വിവാഹങ്ങൾ കഴിച്ചു കൊടുത്തു. അത് കൃഷ്ണാവബോധ പ്രവൃത്തിയിൽ അവർക്ക് മുന്നേറാനായിട്ട് കൂടുതൽ സഹായകമാകും എന്നുള്ള ആ ഒരു രീതിയിൽ പരസ്പരം അങ്ങോട്ട് ഇത് ചെയ്ത് കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 8-ാമത്തെ ശ്ലോകം. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശ ഭയാത്യജത് സാ കൃത്വാ രാജസം ത്യാഗം നൈവാത്യാഗഫലം ലഭേത്. വിവർത്തനം ശ്രീലപ്രഭുപാദരുടെ. നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. അതായത് നമ്മൾ രാജസമായിട്ടുള്ള ത്യാഗം ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഒരാള് ഫലദിഷ്ട കർമ്മം എന്ന് കരുതി ധനം ആർജിക്കുന്ന ജോലി ഉപേക്ഷിക്കേണ്ടതില്ല. ജോലി ചെയ്ത് കിട്ടുന്ന ധനം
കൃഷ്ണാവബോധത്തിന് സഹായകമായ വിധത്തിൽ ഉപയോഗിക്കാൻ നൽകണം. രാവിലെ ഉണർന്ന് കൃഷ്ണാവബോധ പ്രവൃത്തികൾ ചെയ്യുകയും വേണം. ജോലിയിൽ നിന്ന് ഭയന്നോ ക്ലേശമെന്ന് കരുതിയോ പിന്മാറാൻ പാടില്ല. അങ്ങനെയുള്ള ത്യാഗം രാജസമാണ്. അതിന്റെ ഫലം ദുഃഖമാണ്. അതേസമയം ആ ത്യാഗം നിഷ്ഫലവുമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇസ്കോണിൽ തന്നെ കാണാം, പല ആളുകളും ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്, ഫാക്ടറികളിലോ അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ അതിന്റെ ആ ധനം എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? കൃഷ്ണാവബോധത്തിലെ സംഘടനയ്ക്ക് വേണ്ടി അവരത് ഉപയോഗിക്കുകയാണ്. അവര് കൃഷ്ണന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ശ്ലോകം 9. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഘം ത്യക്താ ഫലം ചൈവ സ്യാത്യാഗാ സാത്വികോ മതഃ. എന്താ പറയുന്നത്? അതായത് ഫലം ഇത് വിവർത്തനം ശ്രീലപ്രഭുപാദരുടെ. ഹേ അർജുന, ഭൗതിക സംഘരഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. ആ ത്യാഗം എന്താണ്? സാത്വികം ആണെന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യരുത് എന്ന് നേരത്തെ പറഞ്ഞു. തന്റെ കർത്തവ്യം എന്ന നിലയിൽ കർമ്മം ചെയ്യണം. ഇത് ഞാൻ ചെയ്യേണ്ട കർമ്മമാണ്, ഇത് ചെയ്താൽ ഭഗവാന് സന്തോഷമാകും. നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ഞാൻ ഇത് ചെയ്താൽ ഭഗവാന് സന്തോഷം തോന്നുവോ എന്ന് ഒന്ന് ചിന്തിക്കണം. നമ്മൾ മനസ്സിൽ ചോദിച്ചു നോക്കണം. കാരണം ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞു തരും നമുക്ക്, ഉടനെ നമുക്ക് ആൻസർ വരും. അപ്പോ ചോദിക്കണം, ഇത് ചെയ്താൽ ഭഗവാൻ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം ഓരോ പ്രവൃത്തികളും ചെയ്യാനായിട്ട്. അപ്പൊ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യരുതെന്നാണ് പറയുന്നത്. തന്റെ കർത്തവ്യം എന്ന നിലയിൽ കർമ്മം ചെയ്യണം. എന്നാൽ കർമ്മത്തിന്റെ ഫലത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും വേണം. അത് കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തായാലും ഉണ്ടാകും. അപ്പൊ ആ ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ അത് നമ്മൾ ഫാക്ടറികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ തൊഴിലുടമയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, ആ സ്റ്റാഫായിട്ട് വലിയ ബന്ധം പുലർത്തുകയില്ല. കൃഷ്ണന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കണം. മനസ്സിൽ അങ്ങനെ പറഞ്ഞ് കൃഷ്ണന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ ആ പ്രവൃത്തി അഭൗതികമാണ്. അതായത് ഭൗതികമല്ല, അത് സ്പിരിച്വലാണ്. അത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്പിരിച്വലാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്താൽ അതിന്റെ പാപപ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം 10. കുശലം കർമ്മ കുശലേനാനുഷജത്തെ ത്യാഗി സത്വാ സമാവിഷ്ടോ മേധാവി ചിന്ന സംശയ. വിവർത്തനം ശ്രീലപ്രഭുപാദരുടേത്. സ്വാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. പറയുന്നത്, കൃഷ്ണാവബോധമോ സാത്വിക സ്വഭാവമോ ഉള്ളവർക്ക് ആരോടും വെറുപ്പ് തോന്നുകയില്ല. അത് ശരിയാണ്. കാരണം കൃഷ്ണാവബോധത്തിൽ വന്ന് കഴിയുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാകും. കാരണം കൃഷ്ണാവബോധത്തിൽ വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ നല്ല ഗുണങ്ങളും നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തേച്ചു മിനുക്കി നമുക്ക് ഇതാക്കാൻ പറ്റും. നമുക്ക് ക്ഷമ, സത്യസന്ധത, പിന്നെ വിനയം, പിന്നെ മറ്റുള്ളവരോട് കരുണ, മറ്റുള്ളവരെ ദുഃഖിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരും. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു മനസ്സ്, നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചാൽ മാത്രമേ ഇതെല്ലാം സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. എന്താ വേണ്ട? നാമജപം ശരിക്കും വേണം. നാമജപം വേണം. അതും ഭക്തിയോടുകൂടിയുള്ള നാമജപം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു ഇതിനെക്കുറിച്ച്, നാമജപത്തെ കുറിച്ചെല്ലാം. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചാൽ, നമ്മൾ ശരിയാണെങ്കിൽ, നമ്മുടെ മനസ്സ് സുഖമാണ്, നമുക്ക് സന്തോഷമാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിൽ വന്നതിൽ പിന്നെയാണ് നമ്മുടെ സ്വഭാവം തന്നെ മാറി. എത്രയോ, അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ ചീത്ത വഴികളിലൊക്കെ പോകേണ്ട ഓരോ പ്രഗല്ഭങ്ങളെല്ലാം പറഞ്ഞ് ഓരോരുത്തരുടെ ഇങ്ങനെ നമ്മൾ വളരെ ദുഃഖിക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പൊ ദുഃഖം എന്നുള്ളതില്ല. കാരണം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. എന്താണ്? ശരീരം നശ്വരമാണ്, പിന്നെ നമ്മുടെ ആത്മാവാണ് ശാശ്വതം. അതുകൊണ്ട് ഇപ്പൊ ഒരു മരണം നടന്നു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ വിചാരിക്കും ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവിന് മരണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഇങ്ങനെ. പക്ഷെ ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക്
വിഷമമില്ല. പിന്നെ വീണ്ടും ഒരു ഇത് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ജന്മം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനാണ് നമ്മൾ ഈ ജന്മം ഉപയോഗിക്കേണ്ടത്. അതായത് നല്ല ജന്മം കിട്ടണം, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് ജനിക്കണം, നമ്മൾ ഭഗവത് ധാമത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഭഗവത്ഗീതയിൽ വായിക്കുന്നതുകൊണ്ട് എല്ലാം നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഏകദേശം ഭഗവത്ഗീത ഒരു 95% കഴിഞ്ഞു. ഇതിൽ പുതിയതായിട്ട് വന്നു ചേർന്നവർക്കെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഭഗവാൻ തന്നെ പറയുന്നത് 9ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഭഗവാൻ പറയുന്നത്? പിന്നെ 27ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് പശ്യസി കൗന്ദേയ തത്പുരുഷ മദർപ്പണം. അതായത് ഭഗവാൻ പറയുന്നതാണ്, ഭഗവാന്റെ വാക്കുകളാണ്. അതായത് നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തരത്തിലുള്ള തപസ് അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ച് ചെയ്യുക എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ഇത് ഭഗവാന്റെ വാക്കുകളാണ്. നമ്മൾക്കത് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഈ ഭഗവത്ഗീത വായിച്ചാല് നമുക്ക് ആക്ടിവിറ്റീസ് യഥാരൂപം തന്നെ വായിക്കണം. ഏതെങ്കിലും ഭഗവത്ഗീത വായിച്ചാൽ പോരാ. അതുകൊണ്ട് അത് വായിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം സുഖമായിട്ടും സന്തോഷമായിട്ടും നമ്മുടെ ധാമത്തിലേക്ക് പോകാനും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇനി ശ്ലോകം 10. നാദേഷ്ട്യാ കുശലം കർമ്മ കുശലേനാനുഷജ്യത്തെ ത്യാഗി സത്വാ സമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയ. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളാൽ തീർന്നിരിക്കും. അതായത് കൃഷ്ണാവബോധമോ സാത്വിക സ്വഭാവമുള്ളവർക്ക് ആരോടും വെറുപ്പുണ്ടാവില്ല. തന്റെ ശരീരത്തിലെ ക്ലേശങ്ങൾ വന്നാൽ പോലും വെറുപ്പ് തോന്നില്ല. കാരണം ഇപ്പോ നമ്മൾ വിചാരിക്കേണ്ട മുട്ടുവേദന വന്നു, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്നു, പിന്നെ തോള് വേദന വന്നു, നടുവേദന വന്നു, എന്നാലും നമുക്ക് കംപ്ലൈന്റ് ഇല്ല. കാരണം ആധ്യാത്മിക അവസ്ഥയിൽ വർത്തിക്കുന്നവൻ ബുദ്ധിമാനാണെന്ന് അറിയണം. താൻ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് സംശയവും ഉണ്ടാവില്ല. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ചെയ്തതിന്റെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും. അതാണ് അടുത്തത് 11ാമത്തെ ശ്ലോകം. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമ്മണ്യശേഷതഃ യസ്തു കർമ്മ ഫലത്യാഗി സാത്യാഗീത്യാഭിധീയത്തെ. വിവർത്തനം: ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. അതായത് കർമ്മഫലങ്ങൾ ഉപേക്ഷിച്ച ആള്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ശ്ലോകം കർമ്മഫലങ്ങളെ ത്യജിക്കേണ്ടത് എങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നുമാണ് ഈ 11ാമത്തെ ശ്ലോകം പറയുന്നത്. ഭഗവത്ഗീത പറയുന്ന കർമ്മം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് കർമ്മഫലമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുകയും കർമ്മഫലങ്ങളെ ഭഗവാന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗി. യഥാർത്ഥ ത്യാഗിയുടെ ലക്ഷണം എന്താണ്? കർമ്മം ചെയ്യുകയും കർമ്മത്തിന്റെ ഫലം ഭഗവാന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇസ്കോണിൽ പലരും ഫാക്ടറികളിൽ ജോലി ചെയ്ത് ധനം സംഘടിപ്പിച്ചിട്ട് അതെല്ലാം ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരം വിശിഷ്ട ആത്മാക്കളെയാണ് യഥാർത്ഥ സന്യാസി വര്യന്മാർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി 12, ശ്ലോകം 12. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യാ ത്യാഗിനാം പ്രേത്യ നാതു സന്യസിനാം ക്വചിത്. വിവർത്തനം: അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകില്ല. അതെന്താ അങ്ങനെ എന്നുള്ള ഒരു ചോദ്യം വരും. അതായത് സന്യാസികൾക്ക് അത് അനുഭവിക്കേണ്ട, പക്ഷെ ബാക്കിയുള്ളവരെ അത് അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് താനും കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധ നിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. അതായത് കൃഷ്ണനുമായിട്ടുള്ള ഒരു
ബന്ധം എപ്പോഴും ഉണ്ടാകും. കൃഷ്ണാബോധത്തിൽ ഉള്ളവർക്ക് അവരെപ്പോഴും മുക്താവസ്ഥയിലാണ്. കാരണം എപ്പോഴും കൃഷ്ണനാമം ജപിച്ചും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചും കൃഷ്ണന് വേണ്ടി ഓരോ കാര്യങ്ങൾ 24 മണിക്കൂറും അവരുടെ മനസ്സിൽ ജോലി ചെയ്യുമ്പോഴായാലും, അതിപ്പോ പണ്ട് ഗോപികമാരൊക്കെ ചെയ്തില്ലേ, ഗോപികമാരൊക്കെ വൃന്ദാവനത്തിലെ കൃഷ്ണനെ കുറിച്ച് തൈര് കടയുമ്പോഴും പശുവിനെ കറക്കുമ്പോഴും എന്ന് ചെയ്ത പോലെയുള്ള, അങ്ങനെ അത്രയും ഇല്ലെങ്കിൽ പോലും എപ്പോഴും ഭഗവാന്റെ ഓർമ്മ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കൃഷ്ണനെ കുറിച്ച്. നമുക്ക് ഇപ്പൊ കൃഷ്ണാബോധത്തിൽ വന്ന പിന്നെ അതാണ് ഇത്രയും ചാൻഡ് ചെയ്യണം, അയ്യോ അത് ചെയ്തില്ല, ഭഗവത്ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം, ചൈതന്യ ചരിതാമൃതം വായിക്കണം, കൃഷ്ണ ബുക്ക് വായിക്കണം, ഇത് തന്നെ വിചാരം നമുക്ക്. ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ ഭഗവാന് മാല കെട്ടിയിടണം, ആരതി കഴിക്കണം, ഇങ്ങനെയുള്ള വിചാരങ്ങളെ നമുക്ക് ഉള്ളൂ. വേറെ ചീത്ത വിചാരങ്ങളോ ഒന്നുമില്ല. അതേസമയം നമുക്ക് വർത്താനം പറയാൻ നമ്മുടെ ബന്ധുക്കളോടോ അവരോടോ ഒന്നും സമയമില്ല. ഇപ്പൊ അതുകൊണ്ട് എല്ലാ ബന്ധുക്കളും റിലേറ്റീവ്സും എല്ലാവർക്കും നമ്മളോട് ദേഷ്യമാണ്. ആരും കണ്ടാൽ സംസാരിക്കുന്നില്ല, പിന്നെ എന്താ കാണാത്തത് എന്നെല്ലാം ചോദിക്കും, നിങ്ങൾ വർത്താനം പറയാൻ വരുന്നില്ല. പക്ഷെ നമുക്ക് അതിൽ താല്പര്യമില്ല. ഇപ്പൊ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും സ്ഥിതി അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, താനും കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. അതുകൊണ്ട് അയാൾക്ക് മരണശേഷം സ്വകർമ്മ ഫലങ്ങളിലെ സുഖദുഃഖ അനുഭവങ്ങൾ ഇടവരുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, ഭഗവാൻ കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഈ 18ാമത്തെ അധ്യായത്തിൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താണ്? 65ാമത്തെ ശ്ലോകം പറയുന്നത്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജ്ഞാനെ പ്രിയോസിമേ. അതായത് എപ്പോഴും എന്നെ ഓർക്കുക. കൃഷ്ണൻ പറയുന്നത് എപ്പോഴും ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്കെന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അതായത് ഭഗവാന് പ്രിയപ്പെട്ടവനാവാൻ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഏതൊരു പ്രോബ്ലംസിനും ഉള്ള സൊല്യൂഷൻ ഈ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് 66ാമത്തെ ശ്ലോകം അത് തന്നെ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അതായത് സർവധർമ്മങ്ങളെയും തിരിച്ച് എന്നിൽ ശരണം നേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, നീ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോ അതാണ് അതിൽ പറയുന്നത്. ഇനി 13ാമത്തെ ശ്ലോകം 13. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. വിവർത്തനം: മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി ഞാൻ പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. ഹരേ കൃഷ്ണ. അപ്പൊ പറയുന്നത് എന്താണ്? 13ാമത്തെ ഇത്, ഏതൊരു കർമ്മത്തിനും പ്രതികരണമുണ്ട്. എന്നാൽ കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾക്ക് അത് അനുഭവപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വേദാന്ത തത്വങ്ങൾ മുൻനിർത്തി ഭഗവാന് അതിന്റെ മറുപടി പറയുന്നു. അതായത് അത്യന്തികമായ നിയന്ത്രണം പരമാത്മാവിൽ നിക്ഷിപ്തമാണ്. ഭഗവത്ഗീത പറയുന്നു, സർവസ്യ ചാഹം ഹൃദിസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച എന്ന് പറയും. പൂർവ്വ കർമ്മങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും വെവ്വേറെ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നത് പരമാത്മാവാണ്. ഭഗവാന്റെ ആജ്ഞപ്രകാരം നിറവേറ്റുന്ന കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളാകട്ടെ ഇഹലോകത്തിലോ പരലോകത്തിലോ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് അങ്ങനെയുള്ള ഇത് ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് 14ാമത്തെ, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. വിവർത്തനം ശ്രീല പ്രഭുപാദരുടെ. അധിഷ്ഠാനം അതായത് ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കാരണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ, കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് കർമ്മത്തിന് 5 ഘടകങ്ങളുണ്ട്. അധിഷ്ഠാനം എന്ന് വെച്ചാൽ ശരീരം ആണ് പറയുന്നത്. ശരീരത്തിലുള്ള ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കർത്താവ് എന്ന് പറയുന്നു. കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ കർമ്മത്തിന് പിന്നിലും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. പരമാത്മാവിന്റെ ഇച്ഛക്കനുസരിച്ച് ജീവാത്മാവിന്റെ പ്രവർത്തികൾ. കൃഷ്ണാവബോധത്തിലുള്ളവർ കർമ്മബദ്ധരല്ല. കാരണം
എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം കൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ എല്ലാവരും കൃഷ്ണനെ സമർപ്പിച്ചാണ് ജീവിക്കുന്നത്. എല്ലാവരും കൃഷ്ണാർപ്പണമസ്തു അല്ലെങ്കിൽ കൃഷ്ണനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ എല്ലാ ഇതും കൃഷ്ണൻ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ്. ഇനി 16ാമത്തെ ശ്ലോകം തത്രൈവം സതി കർത്താരാം ആത്മാനാം കേവലം തുയാ പശ്യത്യാകൃത ബുദ്ധിത്വാനാശ പശ്യതി ദുർമതി. വിവർത്തനം ശ്രീലപ്രഭുപാദരുടെ. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നത് തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് പരമാത്മാവ് തന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നുവെന്ന് ഒരു മൂഢന് അറിയാൻ കഴിയില്ല. ഭൗതിക കാരണങ്ങൾ, ശരീരം, കർത്താവ്, കരണങ്ങൾ, പ്രയത്നം എന്നിവ ആണെങ്കിലും ആത്യന്തിക കാരണം പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവനാണ് ഞാൻ തന്നെ കർത്താവെന്ന് വിശ്വസിക്കുന്നത്. ഉദാഹരണം ഭഗവത്ഗീതയിലെ 5ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം പറയുന്നത് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്യതി. അതായത് യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭിന്ത്യകാംക്ഷിയുമാണ് ഞാൻ. അത് മനസ്സിലാക്കി കൃഷ്ണാബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങളിൽ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു എന്ന് പറയുന്നു. ഇനി 17ാമത്തെ യസ്യനാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സായി മാം ലോകാന്ന ഹന്തീനാ നിബധ്യതേ. വിവർത്തനം നിത്യാഹങ്കാരത്തിൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് യുദ്ധക്കളത്തിൽ അർജുനൻ പൊരുതാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം എന്താണ്? മിഥ്യാഹങ്കാരം കൊണ്ടാണ്. താനാണ് കർത്താവെന്ന് അർജുനൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നു മാമനുസ്മര യുദ്ധ്യച. അതായത് പരമാത്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണാവബോധത്തോടെ പ്രവൃത്തി ചെയ്യുന്നവൻ ഹിംസിച്ചാലും ഹിംസകനല്ല. കാരണം ഹിംസയുടെ പ്രതികരണം അനുഭവപ്പെടുകയില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ആർമിയിലൊക്കെ ഉള്ള ആളുകള്, വലിയ ആളുകളൊക്കെ പറയണം, കമാൻഡർമാര് പറയണം, നീ ഇന്ന ആൾക്ക് വെടിവെച്ചോ അല്ലെങ്കിൽ ഭീകരവാദികള് വെടിവെച്ചോ എന്ന് പറഞ്ഞാൽ അവർ വെടിവെച്ചാൽ അവർക്ക് കുറ്റമില്ല. അത് കാരണം അവർക്ക് കൊലക്കുറ്റം ചുമത്താറില്ല, അവര് ശിക്ഷിക്കപ്പെടാറുമില്ല. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരാള് കൊലക്കുറ്റം ചെയ്യുകയാണെങ്കിൽ കോടതി തീർച്ചയായിട്ടും അയാളെ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. ശ്ലോകം 18 ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. വിവർത്തനം ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിന്റെ ഘടകങ്ങളും. അതായത് മനുഷ്യന്റെ ഏതൊരു പ്രവൃത്തിക്ക് മുമ്പായി ഒരു പ്രേരണയുണ്ട്. അതിനെ പ്രചോദനം എന്നാണ് പറയുന്നത്. പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ മുമ്പേ തയ്യാറാക്കുന്ന പരിപാടി യഥാർത്ഥ കർമ്മത്തിന്റെ ഒരു സൂക്ഷ്മ രൂപമാണത്. അതിൽ നിന്നും ആണ് കർമ്മം ഉടലെടുക്കുന്നത്. കർത്താവും പ്രചോദനവും ഉള്ളപ്പോൾ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ യഥാർത്ഥ കർമ്മം രൂപം കൊള്ളുന്നു. ശ്ലോകം 19 ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിദൈവ ഗുണഭേദതഃ പ്രോചതേ ഗുണസംഖ്യാനേ യഥാവച്ചണുതാന്യപി. വിവർത്തനം ശ്രീലപ്രഭുപാദ. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഞാൻ പറയാൻ നീ കേൾക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭൗതിക പ്രകൃതിയിലെ 3 ഗുണങ്ങളെ പറ്റി 14ാം അധ്യായത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങള് സത്വഗുണം ശ്രേയസ്കരവും, രജോ ഗുണം ഭൗതിക പ്രധാനവും, തമോ ഗുണം വിമുഖത, അലസത, മന്ദത എന്നിവ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും മുക്തിദായകങ്ങളല്ല. 3 ഗുണങ്ങളും ബന്ധനത്തിന് ഇടവരുത്തുന്നതാണ്. സത്വഗുണത്തിലും ബന്ധനമുണ്ട്. ത്രിഗുണങ്ങൾക്ക് അനുസരിച്ച് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയ്ക്ക് വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ്
അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. ശ്ലോകം 20. സർവഭൂതേഷു യേനൈക്യം ഭാവമവ്യായമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. വിവർത്തനം. ശ്രീല പ്രഭുപാദരുടെ അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നു എങ്കിലും എല്ലാ ജീവജാലങ്ങളും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സ്വാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. അതായത് ദേവനാകട്ടെ, മനുഷ്യനാകട്ടെ, പക്ഷിമൃഗങ്ങളാവട്ടെ, ജന്തുക്കളാവട്ടെ, വെറും സസ്യങ്ങളാകട്ടെ, സർവ്വജീവികളിലും ഓരോ ജീവാത്മാവിനെ കാണാൻ കഴിയുന്ന വ്യക്തിക്ക് സ്വാത്വിക ജ്ഞാനം ഉണ്ടെന്ന് പറയാം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, 5-ാമത്തെ ചാപ്റ്ററിൽ 18-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാ സമദർശന. അതായത് സ്വർണം കണ്ടാലും മൺകട്ട കണ്ടാലും ബുദ്ധിമാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ എന്താണ് കാണുന്നത്? ബ്രാഹ്മണന്മാര് ആയാലും എന്താണ്? അറിവും വിനയമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായമാംസം കഴിക്കുന്ന ചണ്ടാളിനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ള വിനയാന്വിതരായ പണ്ഡിതന്മാർ കാണുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അങ്ങനെ ഓരോരുത്തരിലും കാണുന്ന ജീവചൈതന്യം അനശ്വരമാണ്, ശരീരമാകട്ടെ നശ്വരമാണ്. വ്യത്യാസങ്ങൾ കാണുന്നത് ശാരീരികമായിട്ട് മാത്രമാണ്. മുതലായ ഭൗതിക ജീവിതത്തിന് ബദ്ധമായ ഭൗതിക ജീവിതത്തിന് അസംഖ്യം രൂപഭേദങ്ങൾ ഉള്ളത് കൊണ്ട് ജീവചൈതന്യം വിഭജിക്കപ്പെട്ടതായി കാണുന്നു. ഇത്തരത്തിലുള്ള അവ്യക്തിഗത ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു ഭാവമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീല പ്രഭുപാദരുടെ ഗുരു മഹാരാജ്, അതായത് ഭക്തിസിദ്ധാന്ത സരസ്വതി പറഞ്ഞതായിട്ട് പ്രഭുപാദ് പറഞ്ഞതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പിന്നെ ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെടണം. ഡോണ്ട് വെയിറ്റ് ഫോർ അനദർ ലൈഫ്. അതായത് ഇനി ഒരു അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ എല്ലാം ഈ ജന്മം കൊണ്ട് തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം. അതായത് കൃഷ്ണത്തിന്റെ ഗോലോകധാമത്തിലേക്ക് പോകാനായിട്ട് എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണൻ എന്ത് ചെയ്താലും കൃഷ്ണൻ എപ്പോഴും ഓർമ്മിക്കും. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണാവബോധത്തിൽ തന്നെ ജീവിക്കുക. മരിക്കുന്ന ആ അവസാന ശ്വാസം വരെ കൃഷ്ണാവബോധത്തിൽ ഉണ്ടാകുക. കൃഷ്ണനെ എല്ലാം ഓർമ്മിക്കും. ഒരു പൂ വെക്കുകയാണെങ്കിൽ, ഒരു വെള്ളം വെക്കുകയാണെങ്കിൽ, ഒരു തുളസി ഇല വെക്കുകയാണെങ്കിൽ പോലും ഭഗവാൻ അത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഭഗവാൻ എന്താണ്? സർവജ്ഞനാണ്, കൃതജ്ഞയുള്ളവനാണ്. ഭഗവാൻ ഒരിക്കലും ഇതൊന്നും മറക്കൂല. പക്ഷെ ഭഗവാൻ ആരെയും നെഗ്ലക്റ്റും ചെയ്യൂല. പക്ഷെ നമ്മളാണ് ഭഗവാനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താന്ന് വെച്ചാല് ഭഗവാനെ മറക്കുക എന്നുള്ളത്. അത് മറക്കാണ്ടിരിക്കാൻ എന്നും ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ബാക്കിയുള്ള പ്രഭുപാദരുടെ ബുക്കുകൾ എല്ലാം ഈ പുതിയതായിട്ട് ഇതിലെ കയറിയിട്ടുള്ള നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഇങ്ങനെ ഒരു സത്സംഗം കിട്ടുക, അതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ് ഇപ്പൊ. പിന്നെ ഇത് തന്നെ ചൈതന്യ സാധുസംഘ സർവത്ര കയ ലവമാത്ര സാധുസംഖ്യ സർവസിദ്ധിഹയ. അതിനൊരു കഥയുണ്ട്, പക്ഷെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയാത്തതാണ്. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ഭഗവത്ഗീത, ഭാഗവതം വായിക്കുക. പിന്നെ കൃഷ്ണാവബോധത്തിൽ നിന്ന് ഒരിക്കലും മാറാനായിട്ട് നോക്കരുത്. എല്ലാവരും ഇതാ ചെയ്യുക. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാർ. കാരണം ഭഗവാൻ എത്രയോ ദയാലുവാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ വെൽവിഷറാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓരോ ശ്ലോകവും നന്നായി പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം.
ഹരീഷ് മാതാജി വളരെ നന്നായിട്ട് മനോഹരമായിട്ട് മാതാജി ഓരോ പോയിന്റും പറഞ്ഞു തന്നു, ഓരോ ശ്ലോകം പറഞ്ഞു തന്നു. നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ മാതാജി? ചെയ്യാം മാതാജി, ചെയ്യാം. ഒരിക്കൽ കൂടി ഇന്ന് ഗീതാ മഹാത്മ്യത്തെ കുറിച്ചും ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തന്ന ഹിസ് ഗ്രേസ് ദീനനാഥ് വിട്ടൽദാസ് പ്രഭുവിനും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹർ ഗ്രേസ് ഭൂദേവി ദേവിദാസി മാതാജിക്കും ഇസ്കോണിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനി ഹിരണ്യകാശിപോർവക്ഷഃ ശിലഡംഗനഘാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹോ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമദിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഗം അത്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു താനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഭുപദ ജയ പ്രഭുപദ പ്രഭുപദ ജയ പ്രഭുപദ നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ.